പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യേശു തനിക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് നാം ബൈബിളിൽ കാണുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നത് തൻ്റെ പിതാവിനോടാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് യേശുനാഥൻ ശക്തി ആർജിക്കുന്നത് നാം കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 46 തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. എഫേസോസ് 6:18 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും കർത്താവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22:31-32 തിരുവചനങ്ങളിൽ യേശു ശിമിയോനെ വിളിച്ച്, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കും. അതുപോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും. പ്രതിസന്ധികളെയും അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെയും ധൈര്യമായി നേരിടുവാനുള്ള കഴിവും പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇന്ന് നമ്മിൽ പലർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. ചിലർ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്, അത് ദൈവം തരുകയും ചെയ്യും, പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധിയായ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രോഗങ്ങളായും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടായും അതുപോലെ മക്കളുടെ മോശമായ സ്വഭാവമായും അങ്ങനെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് നാം അറിഞ്ഞിരുന്നാൽ മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുകയുള്ളൂ. ഒന്നാമതായി, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി കൂടുതൽ ഐക്യപ്പെടുകയാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-7 തിരുവചനം പറയുന്നുണ്ട്, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. രണ്ടാമതായി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ പോസിറ്റീവായി എടുത്ത് അവയെ അതിജീവിക്കുവാനും സഹനങ്ങളെയെല്ലാം വൻ കൃപകളാക്കി മാറ്റുവാനും പ്രാർത്ഥന കൊണ്ട് സാധിക്കും. മൂന്നാമതായി, ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. യേശു തൻ്റെ പീഡാസഹനങ്ങളെ മുന്നിൽ കണ്ടപ്പോൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ സഹനങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാണ് യേശുനാഥൻ പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ പീഡാസഹനത്തെ ദൈവം മാറ്റിക്കൊടുക്കുന്നില്ല. പകരം ദൈവം ദൂതനെ അയച്ച് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ധൈര്യപ്പെടുത്തുകയും അതുപോലെ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മനഃശക്തിയും ദൂതൻ യേശുവിന് കൊടുത്തു. അപ്പോൾ യേശുവിന് ബോധ്യമുണ്ടായിരുന്നു, തൻ്റെ പീഡാസഹനമെല്ലാം ഹിതപ്രകാരമാണ് എന്നൊരു ബോധ്യമുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് താൻ ഈ പീഡകൾ സഹിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം യേശുവിന് ഉണ്ടായിരുന്നു. ആ സഹനങ്ങൾ ദൈവഹിതപ്രകാരമാണെന്ന് മനസ്സിലാക്കി നല്ല മനസ്സോടെ അവയെ
സ്വീകരിക്കാൻ യേശുവിന് കഴിഞ്ഞത് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നിരവധിയായ പ്രശ്നങ്ങളെ നമുക്ക് ധൈര്യത്തോടെ നേരിടുവാൻ, നിരാശ കൂടാതെ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും നാം പ്രാർത്ഥിക്കുമ്പോൾ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.